ഹലോ ഡേരെ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഇപ്രാവശ്യം ക്രിസ്മസ് ആയിട്ട് ഒരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇരിഞ്ഞാലക്കൂടെ പോയതാട്ടോ. ഇരിഞ്ഞാലക്കൂടെ പോയപ്പോൾ വർണ്ണാഭമായിട്ടാണ് എല്ലാ കടകളും ഇരിക്കണം. ഇവിടെ നിന്ന് തന്നെ മേടിക്കണം എന്ന് നമുക്കറിയുന്നില്ല. അങ്ങനെ ഒരു കടയിൽ കയറി ഞാൻ ആവശ്യമുള്ളതൊക്കെ പറക്കിയെടുത്തിട്ടാണ്. അധികമായിട്ട് പറക്കാൻ തോന്നില്ല, കാരണം അത്രയും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഓരോന്നിൻ്റെ മുകളിൽ ഓരോ ബോക്സിൻ്റെ. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടത് മാത്രം എടുത്തുട്ടോ. പിന്നെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നത് ഒരു ഉണങ്ങിയ മരത്തമ്മലായ കാരണം കുറച്ച് ഇലയൊക്കെ കിട്ടാൻ വേണ്ടി പച്ചപ്പിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് ഇതൊക്കെ ഞാൻ എടുത്താണ് കേട്ടോ. അപ്പോൾ ഞാനും ശ്രുതിയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. പാപ്പൻ്റെ പരിപാടിയാണ് ശ്രുതിയ. അപ്പോൾ അവളെയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്റ്റാർ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിട്ട് കുഞ്ഞി സ്റ്റാർ ആയിട്ട് കാണിച്ചത്. ഞാൻ ട്രീമിക്ക് ഇടാതെ വീട്ടിലിടാതെ സ്റ്റാർ വന്നിട്ട് ഒരു വലിയ സ്റ്റാർ എടുത്തു കേട്ടോ. അങ്ങനെ സംഭവം ഇത്തിരി ഉള്ളതെന്നുണ്ടെങ്കിലും 500 ഒരു പടം പൊട്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് മുന്നേ തന്നെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മരം. അപ്പോൾ ഇത് കുടമ്പുളിയുടെ കൊമ്പാണ്ട. അപ്പോൾ അത് കാരണം കുറേ കുഞ്ഞു ശിഖരങ്ങളൊക്കെ കിട്ടി. അങ്ങനെ അത് നടു മുറിച്ച് ഇത്തിരി ലെങ്ത്ത് കൂടുതലായിരുന്നു. അപ്പോൾ അതിൻ്റെ നടു മുറിച്ച് ഞാൻ കട്ട് ചെയ്തിട്ട് അതിനെ വീണ്ടും നൂലുകൊണ്ടൊക്കെ ചുറ്റി കൊടുത്തിട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ വാനരന്മാർ എപ്പോഴും ഉണ്ടാവും കേട്ടോ. കാരണം ഇവരെ അകത്ത് വെച്ചിട്ട് ഒരു പണിയെടുക്കാൻ പറ്റില്ല. പിന്നെ ഇവരെ അതിൻ്റെ ഇടയിൽ ഒന്ന് വൈകുന്നുള്ളൂ. അപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. വീട്ടിൽ രണ്ടെണ്ണം ഒറ്റയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി ഇടി കൂടും. അങ്ങനെ ശരിയാവില്ല കേട്ടോ. അത് കാരണം നമ്മുടെ കൂടെ തന്നെ കൂട്ടി കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. ഞാൻ എല്ലാ പണിയെടുക്കാൻ പോകുമ്പോൾ ഒരു അപ്പം കൊണ്ടുപോട്ടാം. അത് കാരണം എനിക്കും ധൈര്യമാണ്, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അകത്താണോ എന്താ ചെയ്യണമെന്നൊന്നും പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ തന്നെ നമ്മളെ ക്രിസ്മസ് ട്രീ എങ്ങനെ ഉണ്ടാക്കുന്നൊന്നും ഒരു പിടുത്തിലാട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം തന്നെ. അപ്പോൾ ഞാനത് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ചുറ്റി നോക്കി, കുറേ നേരം വട്ടം ചുറ്റി നോക്കി, ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അത് എങ്ങനെ തുടങ്ങുന്നതെന്ന് എനിക്കൊരു പിടുത്തുണ്ടാകുന്നില്ല. ലാസ്റ്റ് ആയിട്ട് ഞാൻ അതിനൊരു നല്ലൊരു മോഡൽ കണ്ടിച്ച് ഇതിന് മുകളിൽ കൂടെ ഓരോന്നും ഇങ്ങനെ ചിറ്റി കൊണ്ടുവരാമെന്ന് വെച്ചത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ മൊത്തം കമ്പിയുണ്ട്. അത് കാരണം പെട്ടെന്ന് നമുക്ക് ചിറ്റി എടുക്കാൻ വരുന്നുണ്ട്. എന്നെക്കാളും വലിയ താഴത്തുള്ള വീരന്മാർ കാണിക്കുന്നുണ്ട്. എല്ലാ പാക്കറ്റും പൊട്ടിച്ചുവിട്ടാണ്. ഞാനും പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഊരിട്ട് പോകണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ എന്നെക്കാളും മുന്നേ ഇവരിത് എങ്ങനെയാണ് എന്തോന്നൊക്കെ നോക്കണ്ട. അമ്മ പപ്പായി ഉണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങോട്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്നോട്. അപ്പോൾ ഒക്കെ ഞാൻ മുകളിലുണ്ട്. മാത്രം ഇത്തിരി വെളിച്ച കുറവ്, നമ്മുടെ ഒരു ബൾബ് അടിച്ച് പോയി കാരണമാണ് ഇത്തിരി വെളിച്ച കുറവുള്ളത്. അങ്ങനെ ഞാൻ അതൊക്കെ ഇരുന്ന് കുറേ നേരം നിന്നിട്ടൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ടോ. കുറച്ച് നേരത്തെ ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ മക്കൾക്ക് വേണ്ടല്ലേ എന്ന് ഇരിക്കുമ്പോൾ ഞാനത് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാൻ തന്നെ കേട്ടോ. 2-3 ദിവസമായിട്ട് എന്നോട് വന്ന് പറയണം, അമ്മ നമുക്ക് ക്രിസ്മസ് ഇല്ലേ ചോദിക്കണം. അപ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല കേട്ടോ. ഞാനും അങ്ങനെ അധികാരിയായിട്ടൊന്നും എനിക്കറിയില്ല പറഞ്ഞു കൊടുക്കാൻ. സ്കൂളിൽ കണ്ടിട്ട് വന്നിട്ടാ പറയണം, അമ്മ സ്കൂളിൽ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്, ബിഗ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ബിഗ് അല്ലെങ്കിലും കുഞ്ഞുണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പരിപാടി തുടങ്ങി തന്നെ. അങ്ങനെ നമുക്ക് ഇരിഞ്ഞാലക്കുട പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പോയി മേടിക്കാമെന്നൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ വെച്ചത്. കുറച്ച് നീട്ടി വെച്ചത്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തിട്ട് 2-3 ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ. കാരണം ഇവരെ സ്കൂൾ സെലിബ്രേഷനും പോകുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്ന വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ അടിയിൽ കുറച്ച് വിത്തോളൊക്കെ ഭാവിയിൽ വന്നിട്ട് മുളച്ച് വരണമെങ്കിൽ നല്ല രസമല്ലേ കാണാമെന്ന് വെച്ചിട്ട്. പക്ഷേ ഇവർ സ്കൂളിൽ സെലിബ്രേഷന് പോകണമെന്നൊന്നും അതൊന്നും മുളച്ചൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അലങ്കാര പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നല്ല ഒരു സെറ്റപ്പ്, ഞങ്ങളുടെ ഭാഷയിൽ നല്ല ഭംഗിയുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഇത് എന്തുട്ടാന്ന് തോന്നുള്ളൂ കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഒരു കുഞ്ഞു സന്തോഷങ്ങളാണ് കേട്ടോ. പിന്നെ അവസാനം ഫിനിഷ് ചെയ്തപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ ബൾബൊക്കെ മേടിച്ചിട്ട് കേട്ടോ. അതാണ് ഇത്തിരി വെളിച്ചം കൂടി വന്നത്. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഇങ്ങനെയാണ്. അതിൻ്റെ അടിഭാഗത്ത് ഞാൻ കടുകൊക്കെ ഭാവിയുണ്ടാകും, അതൊക്കെ മുളച്ച് വന്നിട്ടാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ വിശേഷം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു.